ഹലോ, നമസ്കാരം. ഒരു സർപ്രൈസല്ല, നിങ്ങളെന്തായാലും കാണുമല്ലോ അല്ലേ? ആ ക്യാപ്ഷനിലുണ്ടാവും. എനിവേ, ഞാനൊരു ടാറ്റു ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാം, കവറപ്പ് ടാറ്റു. എൻ്റെ പട്ടി അവിടെ നിൽപ്പുണ്ട്. അവൾ ഓടിക്കഴിഞ്ഞാൽ സീനാണ്. കാരണം വഴിയിൽ വേറെ കുറേ ആൺപട്ടികളുണ്ട്. ഈ സുന്ദരിയായ പട്ടീനെ അല്ല പോയില്ല. കാണിക്കട്ടെ. ദാറ്റ്സ് മൈ ബേബി ഡോഗ്. കാത്ത ഒരു ഹായ് പറയൂ. ഹായ്. ഓക്കെ. സോ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. ഞാൻ ടാറ്റു പഠിക്കുന്ന കാരണം വേറെ പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല. അപ്പോൾ ഇതങ്ങ് എടുക്കാമെന്ന് വെച്ചു. കാശിൻ്റെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ ഡാർക്ക് സർക്കിൾസ് ആക്ച്വലി കൂടിയിരിക്കുകയാണ്. കാരണം ഞാൻ പറയാം, ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ 2 മണി. ഞാൻ ഉറങ്ങാത്തതല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞും മറിഞ്ഞും എത്ര കിടന്നാലും ഞാൻ പയ്യെ ഉറങ്ങും. ഇന്നലെ ഉറങ്ങിയപ്പോൾ 2:30 ആയി. പക്ഷെ എനിക്ക് 6 മണിക്ക് എണീറ്റ് അമ്പലത്തിൽ പോകണം എന്നുണ്ട്. ബിക്കോസ് ഞാൻ മറ്റന്നാൾ പോവുകയാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളായിട്ട് ഐ എം ബിസി. സോ ഇന്ന് രാവിലെ പോകാമെന്ന് വെച്ചു. 2 അമ്പലത്തിൽ പോയി. ആൻഡ് ഐ കെയിം ബാക്ക് ഹോം. 1/2 മണിക്കൂർ ഉറങ്ങി. പക്ഷെ ഉറക്കം ശരിയായില്ല. അതുകൊണ്ട് കണ്ണ് കുഴപ്പമില്ല. ഈ ഉറക്കമൊക്കെ പൊയ്ക്കോളും ടാറ്റു പഠിക്കുമ്പോൾ. അതെ, ഉറക്കം മാത്രമല്ല, ജീവനും പൊയ്ക്കോളും. ഈ പെണ്ണ് തറയിൽ കിടക്കുമ്പോഴേ ഒരു മാറ്റ് പോലെ ഇല്ലേ, വെൽക്കം മാറ്റ് പോലെ, പഞ്ഞി മാറ്റ്. സോ ഈ സ്നേക്ക് ടാറ്റു ഇല്ലേ, ഈ സ്നേക്ക് ടാറ്റു ഞാൻ മാറ്റാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ടൈം ടു സേ ഗുഡ് ബൈ ടു ദി സ്നേക്ക് ടാറ്റു. കാരണം വ്യാളി മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഡ്രാഗൺ. എൻ്റെ കയ്യിൽ ഇത്രയും ടാറ്റൂസ് ഉണ്ട്. ടാറ്റു വീഡിയോ കാണിച്ചു തരാം. ഇത് എൻ്റെ പട്ടി എന്ന് പറയുമ്പോൾ ഇവള് ചെറുപ്പത്തിലുണ്ടായിരുന്ന പിക്ചറാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് കാറാണ്, പക്ഷെ പ്രൊഡക്ഷനിലില്ല. ഇതെൻ്റെ അമ്മ. ഇതാണ് ഡ്രാഗൺ. ഇത് പാമ്പ്. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്, ബി കൈൻഡ്. പിന്നെ പീസ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് കഴുത്തിൻ്റെ താഴെ ഒരു ടാറ്റു ഉണ്ട്. അത് കഴിഞ്ഞ് ബാക്കിൽ ഒരു ടാറ്റു ഉണ്ട്, പക്ഷെ അതപ്പോൾ നിങ്ങൾ കാണണ്ട. ഓക്കെ, ഞാൻ സ്ഥലം പറയാം. സോ ബേസിക്കലി ഡീപ്പ് ഇങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചിയിലൊരു ടാറ്റു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഫ്രാഞ്ചൈസ് ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട്. സോ അത് കുൽദീപ് ചേട്ടൻ്റെ ആണ്. എനിക്കൊന്ന് കുൽദീപ് ചേട്ടനും കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് വേറെ ആളും കൂടെ. ഐ ഡോണ്ട് നോ, മേ ബി കുൽദീപ് ചേട്ടൻ്റെ ആയിരിക്കാം ഒറ്റയ്ക്ക്, എനിക്കറിയത്തില്ല. സോറി കുൽദീപ് ചേട്ടാ. ഞാൻ കൊച്ചിയിൽ കുറച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ കാറിൻ്റെ ടാറ്റു ഞാൻ ഇവിടെ അടിച്ച ഈ സെയിം സ്ഥലത്ത് തന്നെ. നമുക്ക് പോകാം ടാറ്റു അടിക്കാൻ. ചേട്ടൻ ബ്ലോഗിൽ വന്നാൽ കുഴപ്പമില്ലല്ലോ. ഒരു മിനിറ്റ്. ഓക്കെ, തുടങ്ങിയതേ ഉള്ളൂ. അടിപൊളി. അതെ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച പടമല്ല, ആദ്യമായിട്ട് അഭിനയിച്ച ഒരു മെയിൻ ദയ. അയാമുഖ്യ ഞാൻ ചോദിച്ചു വാങ്ങിച്ചത്. ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. അയ്യോ അമ്മേ. സോ ഇത് ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെ പോകും, മനസ്സിലായോ? മരവിച്ചു ഗൈസ്. ഓക്കെ, ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മേ. അയ്യോ, ശരിയാ, അറിയാതെ ശ്വാസം പിടിച്ചു പോകും. വിശക്കുന്നുണ്ടോ ചോദിച്ചപ്പോ ഇത്രയും നേരം ഇല്ലായിരുന്നു.
അമ്മേ ആംബുലൻസ് വിളിക്കണോ? ഞാൻ അമ്മേനെ തന്നെ എടുത്തോണ്ടിരിക്കുള്ളൂ. ഓക്കേ, 10ാമത്തെ ടാറ്റു ആയിട്ട് എന്താ ഇത്ര ഇത് ഈസി ആയി. തിരിച്ചാണ് പറഞ്ഞാ പോലെ ഞാൻ ഇപ്പോഴാണ് വേദന. പക്ഷെ ചുരണ്ടിക്കോ അല്ല, എല്ലാം വേദന ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഈ ഷെയ്ഡിങ്ങിനൊക്കെ ഇങ്ങനെ പോത്തില്ലേ. ഫ്രണ്ട് ക്യാമറ ആണോ? പറഞ്ഞോളൂ, ഒരു പേര് പറഞ്ഞോളൂ. ഇതാരും കാണൂല ഈ വ്ളോഗ്. അത്രേ ഉള്ളൂ. ഇവരും കാണൂല, എനിക്ക് ഉറപ്പാ. നീ കാണൂലല്ലോ, നീ വ്ളോഗ് കാണൂലല്ലോ. ആ സത്യസന്ധമായിട്ട് പറഞ്ഞു. കാണിക്കട്ടെ, നിന്നെ കാണിക്കട്ടെ. പെർമിഷൻ, ഒരു ഹായ് പറഞ്ഞു. എന്നെ കൊന്നോണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ, എന്നെ ഇവിടെ തകർത്തോണ്ടിരിക്കുകയാണ്. ചോദിച്ചു വാങ്ങിച്ചു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ അമ്മയ്ക്ക്, ആ അമ്മച്ചിക്ക് ഇത് ഈ ബാക്കിരിക്കുന്ന എൻ്റെ അമ്മച്ചി കേട്ടോ. ആ അമ്മച്ചിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പൂവിന്റെ മുകളിൽ അമ്മച്ചിക്ക് ഇനിയൊരു എന്തോ നീല താമര ചിത്രശലഭം വേണമെന്ന്. നീല ചിത്രശലഭം, നീല ചിത്ര, അതല്ലേ നീല കളർ. ഇത് തന്നെ അമ്മയുടെ കഴുത്തിന്റെ താഴെ പൂവിന്റെ മുകളിലായിട്ടൊരു നീല ചിത്രശലഭം. ഓക്കെ, പേടിക്കണ്ട. അമ്മേ, എന്റെ ടാറ്റു കഴിഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. വാവ്, ഞാൻ നല്ല കുട്ടിയായിട്ട് എവിടെ നല്ല കുട്ടിയായിട്ട് ഞാൻ ചെയ്തു. എൻ്റെ പാമ്പിനെ കാണുന്നില്ല ഗൈസ്, കണ്ടോളൂ. അവിടെ പാമ്പിനെ കാണുന്നുണ്ടോ? കമന്റ് ഡൗൺ. ബട്ട് ഇത് ഹീലാവുമ്പോൾ ഇറ്റ് വിൽ ബി, എന്താ പറയുക, പാമ്പിനെ കാണില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഹീലിംഗ് ടൈം കൊടുക്കണം. പിന്നെന്തുവാ, എൻ്റെ പൂ ഇവിടെ എസ്തറ്റിക്കലി ഇങ്ങനെ വന്ന് ചേരുന്നു. ഇതാണ് എൻ്റെ ടാറ്റു. താങ്ക് യു. പൂ, വാവ്, ആർട്ട്. ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള തോന്നും, എനിക്കത് മാറ്റണമെന്നുണ്ട്. പിന്നെ ഇപ്പോഴല്ല, 2 വർഷം കഴിഞ്ഞ് പയ്യെ മാറ്റണം. ഇനി ദൈവത്തിനെ അവിടെ അടിക്കാം. എനിവേ, താങ്ക് യു ഫോർ, താങ്ക് യു അല്ല, ബൈ പറയൂ. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. എൻ്റെ ടാറ്റു ആർട്ടിസ്റ്റ് ഇവിടെ അഷ്ന. ബൈ ഗൈസ്. ഇനി അടുത്ത കാപ്പി കുടിക്കാൻ പോകാം. ഓക്കെ, ഹലോ. ബാക്ക് ക്യാമറ യൂസ് ചെയ്യുന്ന, ഇവിടെ നിൽക്കാം. ഓക്കെ, അവിടെ നിൽക്കാം. ബാക്ക് ക്യാമറ യൂസ് ചെയ്യുന്ന, കേൾക്കാവോ? ബാക്ക് ക്യാമറ യൂസ് ചെയ്യുന്ന, അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇത് എവിടെയാണ്. അവിടെ ഒരു മിററുണ്ട്. എനിവേ, സോ എൻ്റെ ടാറ്റു അടിച്ചു കഴിഞ്ഞു. കുറച്ച് ലൈക്ക് അവരെനിക്ക് അധികം പരിചയമില്ലായിരുന്നു. ടാറ്റു സ്റ്റുഡിയോ പോയവർ, കൊച്ചിയിലൊരു ഫ്രാഞ്ചൈസ് എവിടെ. സോ എനിക്ക് ഇവിടെ ഉള്ളവരെ ഞാൻ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. സോ അതിൻ്റെ ഒരു കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ബട്ട് ദെൻ ഇവരെ ഞാൻ പെട്ടെന്ന് കമ്പനി ആയി കഴിഞ്ഞപ്പോൾ ദേ ആർ ഫൈൻ. എനിക്ക് തോന്നുന്നു ആ കമ്പനി ആകുന്ന തൊട്ട് മുമ്പ് വ്ളോഗൊക്കെ ചെയ്യാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മൈക്ക് എടുക്കാൻ പറ്റിയില്ല, ബാഗ് അങ്ങ് അറ്റത്തായിപ്പോയി. പിന്നെ ഞാൻ ഈ ടാറ്റു ലൈക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് എണീറ്റ് കഴിഞ്ഞ് എനിക്കറിയായിരുന്നു ഞാൻ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യില്ല എന്ന്. കാരണം ഞാൻ ചത്തുപോയി ഓൾമോസ്റ്റ്. പക്ഷേ ഞാൻ ചോദിച്ച് വാങ്ങിച്ചതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് ആരെയും പറയാനും പറ്റില്ല. നന്നായിട്ട് പോയി ടാറ്റു. എൻ്റെ ഈ ടാറ്റു ഹീൽ ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. കാരണം ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ആണ് ആക്ച്വലി ഈ ലൈക്ക് ടാറ്റു എങ്ങനെ ഇരിക്കും ലൈക്ക് സത്യത്തിൽ എന്നറിയാൻ പറ്റും. കാരണം വെച്ചാൽ ചിലപ്പോൾ ഇതിപ്പോൾ കാണുന്നതല്ല, ലൈക്ക് ഇത് പീൽ ഓഫ് ആയി പോകും. ഹീൽ ചെയ്യുന്ന പറയുമ്പോൾ ഈ ആ ലെയർ അങ്ങനെ മുറിവ് പോലെ നമുക്കൊരു സാധനം വന്നത് പീൽ ഓഫ് ആയിട്ടായിരിക്കും പുതിയ ഇത് വരുന്നത്. അപ്പോൾ പുതിയൊന്നും വരത്തില്ല, ബട്ട് അത് ഹീൽ ചെയ്യും ബേസിക്കലി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. എനിക്ക് ആ സ്നേക്ക് അവിടെ കാണേണ്ടെന്നുണ്ട്. എനിവേ, സോ ദിസ് ഇസ് മൈ വ്ളോഗ്. അധികമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ അമ്മ വരാമെന്ന് പറഞ്ഞു, പക്ഷേ പുള്ളിക്കാരി കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ പാവം ഉറങ്ങട്ടെ, അധികം ഉറക്കമൊന്നുമില്ല ഈയിടെയായിട്ട്. സോ ദിസ് ഇസ് മൈ വ്ളോഗ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ട്രിവാൻഡ്രത്തുനിന്ന് എത്ര വ്ളോഗ് എടുക്കാൻ പറ്റും അത്രയും വ്ളോഗ് എടുത്തിട്ട് വേണം പോകാൻ. കാരണം എനിക്ക് മുംബൈ പോയിട്ട് അടുത്ത സെക്കൻഡ് ലെവൽ തുടങ്ങുന്നതുകൊണ്ട് എനിക്ക് അധികം സമയം ഉണ്ടാവില്ല. ബട്ട് ഐ സ്റ്റിൽ ട്രൈ ഫോർ മൈ ഡിയർ ഫാൻസ്. ഐ ലവ് യു ഗൈസ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. കുറച്ചേ ഉള്ളെന്ന് തോന്നുന്നു, ബട്ട് എനിവേ അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു.